ഗുഡ് ബാഡ് അഗ്ലി അതിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്ത് അജിത്, തൃഷ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന ഈ തമിഴ് ആക്ഷൻ കോമഡി സിനിമയെ കുറിച്ചാണ് ഇന്ന്. കുടുംബത്തിന് വേണ്ടി ഗുഡ് ആയി മാറിയ ഒരു പഴയ ഗാങ്സ്റ്റർ വീണ്ടും സാഹചര്യങ്ങൾ കൊണ്ട് ബാഡായി മാറി ഒടുവിൽ അഗ്ലിയായി മാറുന്നതാണ് ഈ സിനിമ പറയുന്നത്. ഒറ്റ വാക്കിൽ ഒരു പക്ക ഫാൻ സർവീസ് പടമാണ്. മറ്റ് സിനിമകളുടെ റെഫറൻസ് എനിക്ക് തോന്നുന്നു ഇത്രയും നല്ല രീതിയിൽ യൂസ് ചെയ്ത വേറൊരു പടം ഉണ്ടാവുകയില്ല. ഈ ഫാൻ സർവീസ് എന്ന് പറയുമ്പോൾ അജിത്തിന്റെ മാത്രം ഫാൻസിനെ അല്ല കേട്ടോ, വേറെ പല താരങ്ങളെയും, സിനിമയിൽ തന്നെയുള്ള തൃഷ, സിമ്രാൻ ഇവരുടേത്, അല്ലാതെ മറ്റു പല സൂപ്പർ സ്റ്റാർസിന്റെ സിനിമകളുടെ റെഫറൻസ്, ഇതിലൊക്കെ ഉപരി ചില ഇന്റർനാഷണൽ പടങ്ങളുടെയും ക്യാരക്ടേഴ്സിന്റെയും ഒക്കെ റെഫറൻസ് എല്ലാം കൊണ്ട് ഇതിന്റെ ഓരോരുത്തരുടെയും ഫാൻസിനെ തൃപ്തിപ്പെടുത്തി അവരെ എല്ലാവരെയും കൈയടിപ്പിക്കുന്ന രീതിയിലാണ് ഈ പടത്തിലെ റെഫറൻസുകൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ബ്രില്യന്റ് മാർക്കറ്റിംഗ് ഐഡിയ എന്ന് തന്നെ പറയാം. അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഈ റെഫറൻസും അത് വെച്ചിട്ടുള്ള ചില കോമഡിയും ഒക്കെ തന്നെയാണ് പടത്തെ രക്ഷിക്കുന്നതും. സംവിധായകന്റെ മുൻ ചിത്രം മാർക്ക് ആന്റണിയുടെ അതേ സ്റ്റൈലിൽ തന്നെയാണ് ഇതിന്റെ മേക്കിംഗ്. എല്ലാം കുറച്ച് ഓവർ ദ ടോപ്പ് ആണ്. ആക്ടിംഗ് ആണെങ്കിലും ഫൈറ്റ്, BGM, സോങ്സ്, കളറിങ്, ലൈറ്റിംഗ്, കോസ്റ്റ്യൂംസ് എല്ലാം ഓവറാണ്. ഒരു കൈൻഡ് ഓഫ് സ്പൂഫ് സ്റ്റൈലിലാണ് മേക്ക് ചെയ്തേക്കുന്നതെന്ന് പറയാം. പെർഫോമൻസിൽ AK അഥവാ റെഡ് ഡ്രാഗൺ എന്ന ഗ്യാങ്സ്റ്റർ ആയിട്ട് അജിത്തിന്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു. പക്ക പുള്ളിയുടെ വൺ മാൻ ഷോ തന്നെയാണ് ഈ പടം. പുള്ളിയുടെ ചില മാനറിസംസ് ഒക്കെ ഈ പടത്തിന്റെ ജോണറിന് കൃത്യമായിട്ട് യോജിക്കുന്ന തരത്തിൽ നന്നായിട്ട് തന്നെ യൂസ് ചെയ്തു എന്നുള്ളതും ഇതിന്റെ പോസിറ്റീവാണ്. അജിത്തിന്റെ ഓൾഡ് ക്യാരക്ടേഴ്സിന്റെ റെഫറൻസ് ഒക്കെ കൃത്യമായിട്ടാണ് ഇതിന്റെ സ്ക്രിപ്റ്റിൽ ബ്ലെൻഡ് ചെയ്തേക്കുന്നത്. ഡയറക്ടറുടെ എല്ലാ പടങ്ങളിലെയും നായികയ്ക്ക് രമ്യ എന്നാണ് പേര്. ഇതിൽ തൃഷയ്ക്കും അത് തന്നെയാണ് പേര്. ചുമ്മാ ഒരു നോക്കൂത്തി ക്യാരക്ടർ അല്ല, അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ക്യാരക്ടറാണ് പടത്തിൽ തൃഷയ്ക്കുള്ളത്. മകനായിട്ട് വന്ന കാർത്തികേയ ദേവും നൈസാണ്. അത് പറഞ്ഞപ്പോഴാണ് ആ റോളിൽ ആദ്യം നസ്ലിനെയാണ് പരിഗണിച്ചതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നന്നായി ഏതായാലും നസ്ലിൻ ചെയ്യാതെ കാർത്തികേയ തന്നെയാണ് ഈ ക്യാരക്ടറിന് കറക്റ്റ്. വില്ലനായിട്ട് വന്ന അർജുൻ ദാസിന്റെ നല്ല പെർഫോമൻസ് പടത്തിലുണ്ട്. ക്യാരക്ടറും രസകരമായിരുന്നു. സുനിൽ പ്രഭു, പ്രസന്ന, ജാക്കി ഷ്രഫ്, ടിനു ആനന്ദ്, റെഡിൻ കിങ്സ്ലി തുടങ്ങിയവരും പടത്തിലുണ്ട്. പ്രിയ പ്രകാശ് വാര്യരും ഉണ്ട്. പയ്യന് ചേരാത്ത ഒരു ജോഡിയായിരുന്നു പ്രിയ. സിമ്രാന്റെ ഒരു പഴയ പാട്ടിന് പ്രിയ വാര്യർ ഡാൻസ് കളിക്കുന്ന കണ്ടപ്പോൾ അപ്പോഴാണ് സിമ്രാന്റെ ഒക്കെ ഡാൻസിങ് ആൻഡ് ആക്ടിംഗ് റേഞ്ച് എത്രത്തോളം എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സിമ്രാന്റെ ക്യാമിയോ റോളും പടത്തിന്റെ എന്റർടൈൻമെന്റ് വാല്യൂ കൂട്ടിയിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോ, ഉഷ ഉദുപ്പ്, രാഹുൽ ദേവ് അങ്ങനെ കുറെ പേര് ക്യാമിയോ റോളിൽ പടത്തിൽ വരുന്നുണ്ട്. ടെക്നിക്കലി മികച്ച ഒരു സിനിമ തന്നെയാണ്. ഇതിന്റെ ക്യാമറ, എഡിറ്റിംഗ്, ആനിമേഷൻ ഒക്കെ നല്ലതാണ്. അഭിനന്ദ് രാമാനുജമാണ് ഇതിന്റെ DOP. വിജയ് വേലുക്കുട്ടിയാണ് എഡിറ്റിംഗ്. GV പ്രകാശ് കുമാറിന്റെ സ്ഥിരം സ്റ്റൈലിലുള്ള മ്യൂസിക് ആണ്. അത് കുറച്ച് ലൗഡായിട്ട് യൂസ് ചെയ്തതാണെങ്കിലും പടത്തിന് ആപ്റ്റ് ആയിരുന്നു എന്ന് തന്നെ പറയാം. ഒരു തൃശ്ശൂർ പൂരം വെടിക്കെട്ട് പോലെ ഒരു സോങ് പടത്തിന്റെ സെക്കൻഡ് ഹാഫിലുണ്ട്. അമ്പോ, ചെവിയും തലയും കേട്ടില്ലെന്ന് പറയാം, പക്ഷെ അത് വളരെ രസകരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ പഴയ പാട്ടുകളുടെ പ്ലേസ്മെന്റും നൈസ് ആയിരുന്നു എങ്കിലും ഒന്നോ രണ്ടോ പാട്ടൊക്കെ, പക്ഷെ കുറെ അധികം റെട്രോ സോങ്സ് ആയപ്പോൾ ഓവറായിട്ട് ഫീൽ ചെയ്തു. ഇനി നെഗറ്റീവ്സ് പറഞ്ഞാല് പടത്തിന് സ്ട്രോങ് ആയിട്ട് ഒരു കഥയില്ല. അങ്ങനെയല്ല, യാതൊരു കഥയും ഇല്ല എന്നതാണ്. വളരെ മീഡിയോക്കർ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ്. നത്തിങ് ന്യൂ ടു ഗിവ്. മാർക്ക് ആന്റണിയിലൊക്കെ ടൈം ട്രാവൽ ഒക്കെ വെച്ചിട്ട് സ്ക്രിപ്റ്റ് കുറച്ചുകൂടി നല്ലതായിരുന്നു എങ്കിൽ ഇതില് അങ്ങനെ മികച്ചതായിട്ട് പുതുതായിട്ട് ഒന്നും തന്നെ സ്ക്രിപ്റ്റിലില്ല. ഇപ്പം ഹീറോ, ഹീറോയിൻ, വില്ലൻ, തട്ടിക്കൊണ്ടുപോകൽ, റീയൂണിയൻ ഇതൊക്കെ തന്നെ. അതുപോലെ കഥാപാത്രങ്ങളോടും കഥയോടും യാതൊരു വിധത്തിലുള്ള ഇമോഷണൽ കണക്ഷനും നമുക്ക് തോന്നുന്നില്ല. നായകനും നായികയും മകനും ഒക്കെ കരയുമ്പോൾ നമുക്ക് യാതൊരു ഫീലും വരുന്നില്ല. പടത്തിന്റെ ലെങ്തും നല്ല കൂടുതലാണ്. ചുരുക്കത്തിൽ റെഫറൻസ് ഗുഡ്, സ്റ്റോറി ബാഡ് ആൻഡ് ആകെ മൊത്തം ടോട്ടലിൽ ജസ്റ്റ് ഫണ്ടിന് വേണ്ടി കാണാവുന്ന, ടൈം പാസിന് വേണ്ടി കാണാവുന്ന ഒരു വൺ ടൈം വാച്ച് ആവറേജ് പടമാണ് ഗുഡ് ബാഡ് അഗ്ലി. ജസ്റ്റ് ഫാൻ സർവീസ് ഓളം പടമാണെന്ന് പറയാം. കാണുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തിയേറ്ററിൽ തന്നെ കാണുക. ഇതിനി TVയിലും OTTയിലും ഒന്നും കണ്ടാൽ ഒട്ടുമേ സൂഹിക്കില്ല. റിപ്പീറ്റ് വാല്യൂ ഒന്നുമുള്ള പടമായിട്ട് എനിക്ക് തോന്നിയില്ല. ആൻഡ് ഇതെല്ലാം എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അഭിപ്രായമായിരിക്കാം. പടത്തിന് 2 മണിക്കൂർ 20 മിനിറ്റ് ആണ് ദൈർഘ്യം. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.